നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നത് ആശങ്ക പടർത്തുകയാണ്. ഇതുവരെ 392 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 1500-ലധികം പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. അതേസമയം ഹൊട്ടേകോഷി നദിയിൽ വീണ്ടും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വിയാങ് മിന്നൽ പ്രളയത്തിൽ ബാധിക്കപ്പെട്ട ടിബറ്റിലെ ഗൈറോങ് ടൗൺഷിപ്പ് സന്ദർശിച്ചു. പ്രദേശത്ത് 1500 പേരെ കാണാതായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ടിബറ്റ് അതിർത്തിയിൽ ചൈന നടത്തുന്ന അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നേപ്പാൾ മാധ്യമ പ്രവർത്തകരുടെ സംഘം രംഗത്തെത്തി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ലൈവ് നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും വി വിനോദാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. നേപ്പാളിലെ ഈ ദുരന്തത്തിൽ ഇന്നലെ 100-ന് മുകളിലായിരുന്നു മരണസംഖ്യ എങ്കിൽ ഇന്നിപ്പോൾ അത് 400-നോട് അടുത്തിരിക്കുകയാണ്. മരണസംഖ്യ കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഇത് തീർച്ചയായും ഭീതി ജനിപ്പിക്കുന്നില്ലേ? സാറ, ദുരന്തത്തിന്റെ വ്യാപ്തി വല്ലാതെ കൂടുകയാണ്. ഇപ്പോൾ മരണസംഖ്യ 400-നടുത്തേക്ക് എത്തുന്നു. 392 മരണം എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. നേപ്പാളിൽ 910 പേരും ടിബറ്റിൽ 558 പേരെയും കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 1500-നടുത്ത് ആളുകളെയാണ് കാണാതായിട്ടുള്ളത്. ഇതിൽ പലരും മരിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നിഗമനം. 31 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഈ അപകടത്തിൽപ്പെട്ടതിൽ 31 രാജ്യങ്ങളിലെ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ, ഓസ്ട്രേലിയ, അതോടൊപ്പം തന്നെ ഇറ്റലി, ജർമ്മനി തുടങ്ങി വിവിധ മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ, തീർത്ഥാടകരായി എത്തിയ ആളുകൾ, അങ്ങനെയൊക്കെ തന്നെ ഈ അപകടത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ ഉള്ള ആളുകൾ അവരുടെ നമ്മളിപ്പോൾ ഈ 392 എന്ന ഒരു മരണസംഖ്യ പറയുമ്പോൾ ഈ 1500 പേരിൽ ഏതാണ്ട് ഇനി കണ്ടെത്താനുള്ള 300-ഓളം പേർ അത് ഇന്ത്യക്കാരാണെന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് 33 പേർ ഇവിടേക്ക് പോയിരുന്നു. ഇവരുമായി ആശയവിനിമയം ഇതുവരെ സാധ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം നോർക്കയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഇവർ സുരക്ഷിതരാണ് എന്നൊരു നിഗമനമാണ്. ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചാണ് നോർക്ക അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയത്. കാരണം ഇവർ അപകടമുണ്ടായ പ്രദേശത്തല്ല, മറ്റിടങ്ങളിലാണുള്ളത്. എന്നാൽ ഈ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായത് വഴി ഇവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന ഒരു കണക്കുകൂട്ടലാണ്. ഇവർ സുരക്ഷിതരായിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നോർക്ക വിശദീകരിക്കുന്നത്. അതേസമയം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായം നേപ്പാളിലേക്ക് എത്തുന്നുണ്ട്. 2 വിമാനങ്ങളാണ്, മരുന്നും ഭക്ഷ്യവസ്തുക്കളുമായി 2 വിമാനങ്ങളാണ് നേപ്പാളിലേക്ക് എത്തിയത്. അതിൽ ആദ്യത്തേത് 10 ടൺ സാധനങ്ങളടങ്ങിയ വിമാനമായിരുന്നു. രണ്ടാമത്തേത് 33 ടൺ സാധനങ്ങളടങ്ങിയ വിമാനമാണ് എത്തിയത്. പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ, മരുന്ന്, അവർക്കുള്ള ഈ താൽക്കാലിക ലൈറ്റുകൾ, കാരണം ഈ വൈദ്യുത ലൈനുകളെല്ലാം തന്നെ അവിടെ തകരാറിലാകുന്ന സാഹചര്യമാണ്. ഏതാണ്ട് 14 ജലവൈദ്യുത പദ്ധതികൾ പൂർണ്ണമായി തകർന്നു പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അവർ ഒറ്റപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ തന്നെ പാകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ പരമാവധി എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായം കൂടി വരുന്നുണ്ട്. റഷ്യ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് എത്തിയ സഞ്ചാരികൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. മൃതദേഹങ്ങൾ പലതും ഇന്ത്യയിലെ നദികളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഘോഷി നദിയിലാണ് വെള്ളപ്പൊക്കമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. തുടർന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് തൃശ്ശൂർ എന്ന പേരിലേക്ക് മാറുന്നുണ്ട്. ആ നദിയിൽ തന്നെ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ബീഹാറിലും UP-യിലും അടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. സെറ, വിനോദ്, ഒപ്പം ഈ ചൈനയ്ക്കെതിരെ ഇപ്പോൾ ഒരു അധിക്ഷേപം ഉയരുന്നുണ്ട്. അതായത് ചൈന നടത്തിയ അനധികൃതമായ നിർമ്മാണങ്ങളുടെ ബാക്കിയായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഒപ്പം ഈ നമ്മുടെ ഇന്ത്യയിലേക്ക് മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്നത് അതും നമുക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നില്ലേ? സറ, പ്രധാനമായും ഇപ്പോൾ നേപ്പാളിലെ മാധ്യമപ്രവർത്തകർ ചൈനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ കൂട്ടായ്മയുടെ പ്രതികരണമാണ്. എക്സിലാണ് അവർ അങ്ങനെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. കാരണം നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു ആക്ഷേപമാണ് ടിബറ്റിൻ്റെ പല മേഖലകളിലും, അത് ചൈനയുടെ കൈവശമുള്ള മേഖലകളിൽ അവർ അല്ലെങ്കിൽ അങ്ങനെ അധീനപ്പെടുത്തിയ മേഖലകളിലൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഡാമുകളുടെയും മറ്റ് ജലവൈദ്യുത പദ്ധതികളുടെയും ഒക്കെ തന്നെ നിർമ്മാണങ്ങൾ നടക്കുന്നു. ഇത് പരിസ്ഥിതി ലോല പ്രദേശത്ത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും.
ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടായ ഒരു അപകടമാണ് ഇപ്പോഴത്തെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. ഓസ്ട്രേലിയയിലെ ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അവർ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതാണിപ്പോൾ നേപ്പാളിലെ മാധ്യമപ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലായി ഇങ്ങനെ പരിസ്ഥിതി ലോല പ്രദേശത്ത് ചൈനയുടെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അത് ടണലുകൾ, ഈ വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള ടണലുകളുണ്ട്, വൈദ്യുത പദ്ധതികളുണ്ട്, ഹെഡൽ പദ്ധതികൾ പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്, ഡാമിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വൻതോതിൽ ടിബറ്റിൻ്റെ മേഖലകൾ കേന്ദ്രീകരിച്ച് ചൈനയുടെ ഇത്തരം പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനവും അവിടെ ഉണ്ടായ ആ പരിസ്ഥിതി ആഘാതവുമാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണമായതെന്ന വലിയ തരത്തിലുള്ള ആക്ഷേപം ചൈന നേരിടുകയാണ്. ചൈനീസ് പ്രധാനമന്ത്രി ടിബറ്റിൻ്റെ ഈ അപകടമുണ്ടായ മേഖല സന്ദർശിച്ചു. പക്ഷേ ചൈന ഇപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളല്ല, സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടമാണ്. മാത്രമല്ല, ഇനി ഒരു തടയണ കൂടി പൊട്ടാനുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി ചൈനയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. ഈ രസുവഗഡി പ്രവിശ്യയിലെ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റൻ പ്രദേശത്താണ് ഈ ആദ്യത്തെ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു അപകടം കൂടി ഇതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചതാണ്. അതായത് സ്വാഭാവികമായി ഉണ്ടാകുന്ന തടയണകളാണ്. കാലങ്ങളായി ജലവും ഐസും കല്ലുമൊക്കെ ഒഴുകി വരുമ്പോൾ അത് തടഞ്ഞു നിൽക്കുകയും ഒരു തടയണയായി രൂപപ്പെടുകയും അതിൽ പിന്നീട് വലിയ തോതിൽ ജലം സംഭരിക്കപ്പെടുകയും ചെയ്യും. പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് ദുർബലപ്പെടുമ്പോൾ ഈ തടയണ പൊട്ടിയാണ് ഇങ്ങനെ വലിയ തോതിൽ ജലം താഴേക്ക് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഒരു മഴക്കാലമല്ല, എന്നിട്ട് കൂടി വലിയ തോതിൽ ജലം താഴേക്ക് വരികയും ഈ അനവധി ചെറു ഗ്രാമങ്ങൾ, ജനങ്ങൾ തിങ്ങിപ്പാർത്ത ഇടങ്ങൾ, മാർക്കറ്റുകൾ, ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. ദൃശ്യങ്ങൾ പലതും പേടിപ്പിക്കുന്നതാണ്. കാരണം ജനങ്ങൾ ഓടി മാറാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള സമയം കിട്ടാതെ ഒരു നിമിഷം കൊണ്ട് ഈ ജലപ്രളയം അതിങ്ങനെ ആളുകളെ എടുത്തു പോകുന്ന, വീടുകൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, ഇതെല്ലാം തന്നെ എടുത്തു പോകുന്ന കാഴ്ച. ഇപ്പോഴും മരണം എത്രയെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഷേറ പറയുന്നത് പോലെ തന്നെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്ന കാഴ്ചയാണ് ഇന്ത്യയിലും ഉള്ളത്. അതുമാത്രമല്ല വിനോദ്, ഇന്ത്യയിൽ ഈ UP, ബീഹാർ പ്രദേശങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യക്കും ഒരു ആശങ്ക സൃഷ്ടിക്കുന്നില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തീരത്തുള്ളവരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു അപകടം കൊണ്ട് ഇത് അവസാനിക്കില്ല എന്നതാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത്. കാരണം ഇനിയൊരു തടയണ കൂടി പൊട്ടിയേക്കാം, അങ്ങനെ അതിനൊരു സാധ്യതയുണ്ടെന്ന് ചൈന പറയുമ്പോൾ അത് വലിയ നെഞ്ചെടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നേപ്പാളിനെ സംബന്ധിച്ച് അവരുടെ വലിയൊരു വരുമാന മാർഗം ഈ തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന സാധാരണ ടൂറിസ്റ്റുകൾ, ഇതുവഴിയാണ് ആ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് ചൈനയുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് പോകുന്നു. അങ്ങനെ നേപ്പാൾ തകരുന്നതിനോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ദുരന്തം ഇന്ത്യ കൂടി നേരിടേണ്ടി വരുന്നത്. കാരണം ഇത് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ, ഒഴുക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ നദികളിലേക്ക് എത്തുന്നുണ്ട്. അത് വടക്ക് കിഴക്കൻ മേഖല അതിനെ വല്ലാതെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരമൊരു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. അത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നല്ല ഇപ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. നേപ്പാളാണ് വലിയ തോതിലുള്ള പ്രതിഷേധം. അവിടുത്തെ മാധ്യമപ്രവർത്തകരാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പുറമെയാണ് ഈ ഓസ്ട്രേലിയയിലെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ചൈനയുടെ നിർമ്മാണങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. തീർത്തും പരിസ്ഥിതി ലോല മേഖലകളിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ജലവൈദ്യുത പദ്ധതികളും ഡാമും ടണലും ഒക്കെ തന്നെ സ്ഥാപിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾ, അങ്ങനെയുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അത് തെളിവ് സഹിതം ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ച് ബീഹാറും UPയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം ഒരു ഭീഷണി തന്നെയാണ്. അത് വരും കാലത്തും അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത്. സേറ, വിനോദ്, ഒപ്പം മലയാളികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 53 മലയാളികൾ അവിടെ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അതായത് കാഞ്ഞങ്ങാട് സ്വദേശികൾ 36 പേരും കോട്ടയത്ത് നിന്ന് പോയൊരു 16 ഏകദേശം ആൾക്കാരും. നോർക്ക പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഇവർ സുരക്ഷിതരാണെന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ കാണാതായ 1500 പേരിൽ അവരും ഉൾപ്പെടുന്നുണ്ട്. മലയാളികൾ ഒരുപാട് പേര് അവരുടെ കുടുംബങ്ങൾ അവിടെ പെട്ടുകിടക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഫോൺ കോളിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടക്കുന്നുണ്ടോ?
ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ അപകടത്തെ തുടർന്ന് റോഡ് നശിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലാണുള്ളത്. അവിടേക്ക് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ദുർഘടമാണ്, നമുക്കറിയാം, മലയോര മേഖലയാണ്, ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലമാണ്. അവിടെ ഈ മൃതദേഹങ്ങൾ ധാരാളം ഒഴുകി വരുന്ന ഒരു സമയം, എത്ര പേരെ കാണാതായി എന്നതിൽ പോലും ഒരു സ്ഥിരീകരണമില്ല. ഇന്ത്യയുടെ 2 വിമാനങ്ങളാണ്, വലിയ വിമാനങ്ങൾ ഇപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമായി അവർക്ക് വേണ്ടിയുള്ള അവശ്യ സാധനങ്ങളുമായി അവിടെ എത്തിയിട്ടുണ്ട്. ബെയ്ലി പാലം ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള വാഗ്ദാനം ഇന്ത്യ നൽകിയിട്ടുണ്ട്. നേപ്പാൾ ആവശ്യപ്പെട്ടാൽ ഇന്ത്യയുടെ സൈന്യം അവിടെ എത്തി ബെയ്ലി പാലങ്ങൾ നിർമ്മിച്ച് ഈ മേഖലകളെ ബന്ധിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും പ്രളയമുണ്ടായി 2018 പ്രളയ സമയത്തൊക്കെ, 2018-19 പ്രളയ സമയത്തൊക്കെ സൈന്യത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. ബെയ്ലി പാലം നിർമ്മിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പ്രളയ സമയത്തും സൈന്യത്തിൻ്റെ പാലം വന്നത് നമ്മൾ കണ്ടതാണ്, താൽക്കാലിക പാലം വന്നത് നമ്മൾ കണ്ടതാണ്. ആ തരത്തിലുള്ള നിർമ്മാണത്തിന് സൈന്യം സജ്ജമാണ്. ഇന്ത്യ അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കരസേനയെ അനുവദിക്കുമെങ്കിൽ കരസേനയെ അങ്ങോട്ട് പൂർണ്ണമായി അയച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, രക്ഷാപ്രവർത്തനത്തിലേക്ക് കൂടി കടക്കാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴാണ് ഈ മലയാളികളുടെ കാര്യത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം, ഇവരുടെ മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാനുള്ളൊരു സാധ്യതയില്ല. കാരണം ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അവർ ഈ സുരക്ഷിതമായ ഹോട്ടൽ മുറിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബന്ധപ്പെടാൻ കഴിയാത്തൊരു നിലയാണ് എന്ന ഒരു നിഗമനവും വിലയിരുത്തലുമാണ്. ഇവരുടെ ബന്ധുക്കളുമായി ഇവർ നേരത്തെ ആശയവിനിമയം നടത്തിയിരുന്നു. ആ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നമ്മുടെ ഒരു അന്വേഷണം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ പലരും നിന്ന ലൊക്കേഷൻ ഈ അപകടം ഉണ്ടായ സ്ഥലമല്ല, അതുകൊണ്ട് തന്നെ അവർ സുരക്ഷിതരായിരിക്കും എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. പക്ഷേ ഇവരുമായുള്ള ആശയവിനിമയം അതിന് ഇനിയും സമയമെടുക്കും എന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ അവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളൊക്കെ തന്നെ പല അടിയന്തരമായി ബന്ധപ്പെടാനുള്ള നോർക്കയുടെ നമ്പരും സംസ്ഥാന സർക്കാരിൻ്റെ നമ്പരും ഒക്കെ തന്നെ നമ്മളിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവിടെയുള്ള ഒരു സാഹചര്യം കാരണം പലപ്പോഴും അവർക്ക് നേരിട്ട് ഇങ്ങനെയുള്ള ഏജൻസികളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ബന്ധപ്പെടാൻ കഴിയാത്തൊരു നിലയായിരിക്കാം. അതുകൊണ്ടാണ് അവരുമായി ആശയവിനിമയം സാധ്യമാകാത്തത്. അവർ സുരക്ഷിതരായിരിക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. സേറ, തികച്ചും അപ്രതീക്ഷിതമായി നടന്നൊരു ദുരന്തമാണ്. എന്നാലും ലോകരാജ്യങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. US $5 ലക്ഷം സഹായം നൽകിയത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ അവിടേക്കൊക്കെ 2ാമത്തെ വിമാനം എത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഈ സഹായ കരങ്ങളെ പറ്റിയിട്ടൊന്ന് പറയാമോ? എല്ലാ ലോകരാജ്യങ്ങളും, കാരണം ഈ അപകടത്തിൽ ഉൾപ്പെട്ടതിൽ തന്നെ 31 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുണ്ട്. ഈ വിനോദസഞ്ചാരത്തിനായി എത്തിയതാണ്. അതിൽ യൂറോപ്യൻ രാജ്യമുണ്ട്, USA ഉണ്ട്, കാനഡയുണ്ട്, റഷ്യയിൽ നിന്നുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള സഞ്ചാരികളുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം വന്ന വിവരമനുസരിച്ചാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആളുകളാണ് വളരെ കൂടുതലായി ഉള്ളതെന്ന ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതോടൊപ്പം തന്നെ ഇഷ ഫൗണ്ടേഷൻ്റെ ഭാഗമായി സഞ്ചരിച്ചെത്തിയ തീർത്ഥാടകരുണ്ട്. അവർ ഈ മാനസ് സരോവർ യാത്ര, നമുക്കറിയാം, മാനസ് സരോവർ യാത്രയിലേക്ക് പോകുന്ന പ്രധാന ഇടമാണ്. അവിടെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അവിടെയാണ് ഇവരുടെ രേഖകളൊക്കെ പരിശോധിക്കുന്ന സ്ഥലമുള്ളത്. ആ സ്ഥലം പൂർണ്ണമായി റസവയിൽ നിന്ന് റസവഗുഡയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ടിബറ്റിൻ്റെ ഒരു എമിഗ്രേഷൻ സെൻ്ററുണ്ട്. അവിടെയാണ് ആ എമിഗ്രേഷൻ സെൻറ്റർ 4 നിലയുള്ള കെട്ടിടം ഉൾപ്പെടെയാണ് ഇങ്ങനെ വെള്ളപ്പാച്ചിലിൽ എടുത്തു പോകുന്നത്. അവിടെയൊക്കെ തന്നെ വലിയ തോതിൽ ആളുകളുണ്ടായിരുന്നു. പ്രാദേശിക സമയം 8:30 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആളുകൾ സജീവമായി ഈ ടൗണുകളിലും ഈ ഒലിച്ചുപോയ മാർക്കറ്റുകളിലുമൊക്കെ വന്നു ചേരുന്നൊരു സമയമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. ചെറു പട്ടണങ്ങളും ഇങ്ങനെയുള്ള ഗ്രാമങ്ങളും മാർക്കറ്റുകളും ഒക്കെ തന്നെ ഈ വെള്ളപ്പാച്ചിലിൽ നശിക്കുന്ന കാഴ്ചയായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ടാണ്, നമുക്കറിയാം, പലയിടങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ വാഹനങ്ങൾ ഉൾപ്പെടെ, റോഡിൽ സഞ്ചരിച്ച കാറുകൾ ഉൾപ്പെടെ അങ്ങനെ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന കാഴ്ച, അത് ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയൊരു കാഴ്ച തന്നെയാണ് ഈ സമയത്ത് ഉണ്ടായത് എന്ന് പറയാതെ തരമില്ല. അവിടെയാണ് ഈ മരണങ്ങൾ വലിയ തോതിൽ കൂടുന്നതും അവരെ ഇനി എത്രയാണ് കാണാതായ ആളുകൾ എന്ന് പോലും കണ്ടെത്താനാകാതെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സഹായങ്ങൾ വരുന്നത്. അമേരിക്കയുടെ $5 ലക്ഷം സഹായ പ്രഖ്യാപനമുണ്ടായി. ഇന്ത്യയുടെ ഇടപെടലുണ്ടാകുന്നു. ചൈന എന്തായാലും ഇനിയും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഈ ദുരന്തം നീങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. VV വിനോദാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.